അപ്പോൾ ഇനിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കളർ നെയിമിംഗ് ആണ്. അപ്പോൾ നമ്മൾ കളറിന് നേരത്തെ നമ്മൾ പേരിട്ടതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടാൻ കഴിയത്തില്ല. കാര്യം കളറിൻ്റെ പേര് എപ്പോഴും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കളറിൻ്റെ പേര് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി പഠിച്ചിരിക്കണം. കോമൺ ആയിട്ടുള്ള കുറച്ച് കളർ കാറ്റഗറീസ് ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു പ്രൈമറി കളർ. നമ്മൾ ആപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈമറി കളർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രാൻഡ് കളർ എന്നും പറയും. പ്രൈമറി കളർ ഓർ ബ്രാൻഡ് കളർ. പ്രൈമറി കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉദാഹരണം സൊമാറ്റോയുടെ ഒരു ലോഗോയാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, റെഡാണ് അതിൻ്റെ കളർ. ഇത് കണ്ടില്ലേ, ഇവിടെ റെഡാണ് കളർ. പക്ഷേ അത് നമ്മൾ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ സൊമാറ്റോയുടെ പ്രൈമറി കളർ അല്ലെങ്കിൽ ബ്രാൻഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളറാണ്. അപ്പോൾ ഈ നമ്മൾ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടെല്ലാം, അതായത് ബട്ടൺ, പിന്നെ അതിൻ്റെ ബാനർ എല്ലാം റെഡിലായിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് മെയിനായിട്ടുള്ളൊരു കളറിലാണ് നമ്മൾ വിളിക്കുന്നതാണ് പ്രൈമറി കളർ അല്ലെങ്കിൽ ബ്രാൻഡ് കളർ നമ്മളതിനെ വിളിക്കും. എന്നിട്ട് നമ്മൾ നമ്മൾ ഈ ഒരു ബ്രാൻഡ് കളർ നമ്മളിങ്ങനെ കിട്ടിയിട്ട് ഇത് അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യണത്. നമ്മളതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടാകും. നമ്മളതിൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കും. ഈ മൾട്ടിപ്പിളായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാകുന്ന ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് അതിൻ്റെ ഡിസൈൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കാനും വിഷ്വലി പ്ലീസിങ് ആയിരിക്കും. നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരേ കളറിൽ പോകുമ്പോൾ ഒരു വിഷ്വലി നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കാണുന്ന ആൾക്കാർക്കൊരു പ്ലീസിങ് ആയിരിക്കും, ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഷെയ്ഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോകും. ഇതാണ് ഇപ്പോൾ നമ്മളെ ബ്രാൻഡ് കളർ. പക്ഷെ നമ്മൾ ഈ ബ്രാൻഡ് കളർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൈമറി കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഷെയ്ഡ്സ് ഇല്ലേ, അത് ലൈറ്റിൽ നിന്ന് നേരെ ഡാർക്കിലേക്ക് പോകും. അപ്പോൾ ഇത്രയും നമ്മൾ ഷെയ്ഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അത് എന്തിനു നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോൾ റെഡാണ് അവരുടെ പ്രൈമറി കളർ. പക്ഷേ അവരതിൻ്റെ ഷെയ്ഡ്സായിട്ട് സെലക്ട് ചെയ്യാത്തതിനെ അവർ ഷെയ്ഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലൈറ്റ് റെഡ് കളറാണ്. ആ ഷെയ്ഡ്സാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ഈ കളറാണ് അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടല്ലേ. അപ്പോൾ അതിനാണ് നമ്മളൊരു പ്രൈമറി കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഷെയ്ഡ്സ് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് മറക്കണ്ട. സെക്കൻഡ്, നമ്മൾ സാധാരണ രീതിയിൽ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. സ്റ്റൈൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, യെല്ലോ, ഗ്രീൻ, ഇതാണ് പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റെഡ് കളർ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ചെയ്യണത് എറർ മെസ്സേജിനാണ്. ഇപ്പം ഇതൊരു ലോഗിൻ പേജാണെന്ന് വിചാരിച്ചോ, അത് നമ്മൾ യൂസർ നെയിം തെറ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പം നമുക്ക് അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. യൂസർ നെയിം ചെക്ക് ഫോർ ടൈപ്പോസ് ആൻഡ് ട്രൈ അഗെയിൻ. കാര്യം അതൊരു എററാണ്. ആ എററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റെഡ് കളറാണ്. അത് എല്ലാ ആപ്പിനും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കളറാണ് റെഡ്. അത് ഇന്ന റെഡ് ആണെന്നില്ല, നമുക്ക് റെഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് കളറാണോ നമ്മൾ ആ ഡിസൈനിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ. അതൊരു വാർണിംഗ് കളറാണ്. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി ടൈപ്പ് ചെയ്യുമ്പോൾ, യൂസർ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി ടൈപ്പ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കും. അതാണ്, അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വാർണിംഗ് മെസ്സേജ് കാണിക്കും. അത് ഇൻ്റർനാഷണലി കൂടുതൽ ഉപയോഗിക്കുന്ന മഞ്ഞ കളറാണ്. അത് ഈ മഞ്ഞ തന്നെ വേണമെന്നില്ല, മഞ്ഞയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഏതെങ്കിലും ഒരു മഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഗ്രീനാണ്. ഗ്രീനിന് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഓർഡർ പർച്ചേസ് ചെയ്യുമ്പോൾ ഓർഡർ സക്സസ് ആയെന്നൊക്കെ കാണിക്കും ടിക്ക്, അത് പച്ച കളറാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രീനിൻ്റെ ഷെയ്ഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്, അത് മറന്നു പോകണ്ട. ഇനി ഇത് കൂടാതെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ കളേഴ്സ്. അതായത് വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് പോകുന്ന കളേഴ്സ്, അതാണ് ഗ്രേസ് എന്ന് പറയുന്നത്. ഗ്രേസ് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് കണ്ടല്ലേ, ആ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കട്ടിയുള്ള ബ്ലാക്ക് ആയിരിക്കും. പക്ഷേ അതിൻ്റെ താഴോട്ടുള്ള വ്യൂസും ഡേറ്റൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ബ്ലാക്ക് കളറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ലൈക്കിൻ്റെ ബട്ടൺ നോക്കിയേ, അത് കാണിച്ചിരിക്കുന്ന ഇതിലാണ് ഗ്രേ കളറിലാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഗ്രേസ് ഉപയോഗിക്കുന്നത്.
കൂടുതലും ഗ്രേസ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബട്ടൺസിൽ ഉപയോഗിക്കും. ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു ബോർഡർ അല്ലെങ്കിൽ ഡിവൈഡർ അല്ലെങ്കിൽ കാർഡിൻ്റെ ഷാഡോസ്. അപ്പോൾ ഇതൊരു കാർഡാണെന്ന് വിചാരിച്ചു, അതിൻ്റെ ഒരു ഷാഡോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്ലാക്കിൻ്റെ ഈ പറയുന്ന ബ്ലാക്കിൻ്റെ ഷെയ്ഡ്സാണ്. അത് നമ്മൾ ഗ്രേസ് എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് നമ്മൾ പറയാറുണ്ട്, ഡാർക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസേബിൾ ബട്ടൺസ് ഉണ്ടല്ലോ. അതായത് ഇതിപ്പം ഞാൻ ഒരു ആക്റ്റീവ് ബട്ടണാണ്, പക്ഷേ ഡിസേബിൾ സ്റ്റേറ്റ് ആകുമ്പോൾ അത് നമുക്ക് പ്രസ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനും നമ്മൾ ഈ ഗ്രേ കളർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്കെൽട്ടൺ സ്ക്രീനുണ്ട്. സ്കെൽട്ടൺ സ്ക്രീൻ അതായത് നമ്മൾ ഒരു ആപ്പൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ വരുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ഇത് കാണിക്കത്തില്ലേ, ഇതേ നമ്മൾ സ്കെൽട്ടൺ സ്ക്രീനാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന ഗ്രേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രേസിൻ്റെ ഷെയ്ഡ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. ഇതൊക്കെ നമ്മൾ സ്റ്റൈൽസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ. ഇവിടെ കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. പ്രധാനമായിട്ടുള്ള മിസ്റ്റേക്കാണ് അവർ ചിലപ്പോഴേക്ക് കളർ 100 എന്ന് കൊടുക്കും. അതായത് ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് 100, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ 100, ബ്ലൂ 200, ബ്ലൂ 300 അങ്ങനെ കൊടുക്കും. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂ എന്താണെന്ന് നമുക്കറിയാൻ വേണ്ടി കഴിയത്തില്ല. അതായത് ഇതൊരു കളർ ബേസ്ഡ് നെയിമാണ് അല്ലേ, കളറിനെ ഡിനോട്ട് ചെയ്യുന്ന പേരാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ നമ്മളെ എവിടെ യൂസ് ചെയ്യുമെന്ന് നമ്മൾ ചെയ്യുന്ന ഡിസൈനേഴ്സിനോ ചെയ്യുന്ന ഡെവലപ്പേഴ്സിനോ അറിയാൻ വേണ്ടി കഴിയില്ല. ഇത് ബട്ടണിൽ ഉപയോഗിക്കണോ, അതേ ടെക്സ്റ്റിൽ ഉപയോഗിക്കണോ, അത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കണോ, ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കണോ, ഒന്നും നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ റെഡ്. അത് നമുക്ക് അറിയാൻ കഴിയത്തില്ല. എറർ റെഡാണ്, പക്ഷേ അത് ഗ്രേ ആണോ ഡാർക്ക് റെഡാണോ ലൈറ്റ് റെഡാണോ അറിയാൻ കഴിയത്തില്ല. അതും ആ കളറിൻ്റെ കറക്റ്റ് ഉപയോഗം അത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാൽ നമ്മളിവിടെ വാണിംഗ് 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് കറക്റ്റാണ്. കാര്യം അത് വാണിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. 200 ആണ് അതിൻ്റെ വാല്യൂ. അത് കറക്റ്റാണ്. കളറിൻ്റെ സ്റ്റൈലിൽ കളറിൻ്റെ നെയിം കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ഈ വാണിംഗ് 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് എവിടെയാണ് ഈ കളർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ വാണിംഗ് 200 മറ്റുള്ള ഡെവലപ്പേഴ്സോ മറ്റുള്ള ഡിസൈനേഴ്സോ നോക്കുമ്പോൾ അതെന്ത് കളറാണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല അല്ലേ. അവർ ജസ്റ്റ് വാണിംഗ് 200 എന്ന് മാത്രമായിരിക്കും കൊടുക്കുന്നത്. ഈ നേരത്തെ ഈ ലൈറ്റ് ഗ്രേ എന്ന് പറയുന്ന കളറില്ലേ, ലൈറ്റ് ഗ്രേ, അതൊരിക്കലും സ്കെയിലബിൾ ആയിരിക്കത്തില്ല. നമുക്ക് 10 ഷെയ്ഡ്സോ 8 ഷെയ്ഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേര് കൊടുത്ത് നമ്മളൊരു പരുവാകും. അപ്പോൾ അതുകൊണ്ട് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കളർ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളർ ഏറ്റവും കുറഞ്ഞ നമ്പറും ഡാർക്ക് കളർ ഏറ്റവും കൂടിയ നമ്പറും, ആ രീതിയിലായിരിക്കണം നമ്മൾ കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ യെല്ലോ 100ന് പകരം നമുക്ക് വേണമെങ്കിൽ വാണിംഗ് 100 എന്ന് കൊടുക്കാം. എറർ റെഡിന് പകരം നമുക്ക് എറർ 600 കൊടുക്കാം. ലൈറ്റ് ഗ്രേക്ക് പകരം ഗ്രേ 100 കൊടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളറും അതിൻ്റെ യൂസേജും കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കളറ്, ഇതതിൻ്റെ യൂസേജ്, ഇതതിൻ്റെ കളറ്, ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക.